ചൂടിന് ആശ്വാസം തേടി കടലിൽ കുളിക്കാനെത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. കോഴിക്കോട് കോതി ബീച്ചിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. ആളുകൾ കടലിൽ കുളിക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ ഈ പൊള്ളുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആളുകൾ കൂട്ടത്തോടെ കടലിലേക്ക് ഇറങ്ങുന്നത് ഒരു സാധാരണ കാഴ്ചയല്ല. കോഴിക്കോട് കോതി ബീച്ചിലാണ് ഒരുപാട് മനുഷ്യർ ഇത്തരത്തിൽ കടലിലിറങ്ങി കുളിക്കുന്ന ഒരു പതിവ് കാഴ്ചയാകുന്നത്. സൂര്യൻ കനലായി പെയ്യുകയാണ്. വേനലതിന്റെ രൗദ്രഭാവം പുറത്തെടുക്കുമ്പോൾ വീടിനകത്തും പുറത്തും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ. ചുട്ടുപൊള്ളുന്ന ഈ അവസ്ഥയ്ക്ക് ചെറിയൊരു ആശ്വാസമെന്നോണമാണ് ആളുകൾ ഇപ്പോൾ കടലിൽ കുളിക്കാനെത്തുന്നത്. ഈ കഠിനമായ ചൂടിനൊരു ആശ്വാസം എന്നുള്ള നിലക്കുള്ളൂ. പൊള്ളിലൊക്കെ കിടന്നിട്ട് അപ്പൊ അതിനൊരു ആശ്വാസം എന്നുള്ള നിലക്കേ ശരീരം ഒന്ന് കൂടാക്കാൻ വേണ്ടിട്ട് വീട്ടിലും പുറത്തൊക്കെ വല്ലാ ചൂടല്ലേ. അപ്പൊ കുറഞ്ഞ സമയം നമ്മൾ ഒരു സൺഡേ ഒക്കെ പ്രത്യേകിച്ചിട്ട് കുട്ടികളായാലും എല്ലാവരും വന്നിട്ടൊന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ നമുക്കൊരു തണുപ്പ് പോയി അടിപൊളിയായി. അത് കുളിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കൊടുകൂരൊന്നൊരു ആശ്വാസം. പിന്നെ എല്ലാ സൺഡേ ഞങ്ങൾ വരും. ഇവിടെ പാട്ട് പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കുളി. കോഴിക്കോട് കോതി ബീച്ചിലാണ് ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത്. മണിക്കൂറുകളോളം കടലിൽ മുങ്ങിക്കുളിച്ചാണ് മടക്കം. ചൂടുകാലത്ത് ശരീരത്തിനുണ്ടാകുന്ന ചൂടുകുരുവിനും കടലിലെ കുളി തെല്ലൊരു ആശ്വാസമാണെന്നാണ് ഇവർ പറയുന്നത്. ചൂട് ഇങ്ങനെ കൂടുകയാണെങ്കിൽ ഇതൊരു പതിവാക്കേണ്ടി വരുമോ എന്ന ആശങ്കയുമുണ്ട്. ഡയറക്റ്റുള്ള വെയിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക, കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഉള്ളൂ. പിന്നെ ഓവറായിട്ടുള്ള ഈ ഭക്ഷണങ്ങളൊക്കെ ഈ നോൺ പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരു അതിലേക്ക് വരും. അത്രയും ഹീറ്റാണ് ശരീരം. എന്തായാലും ചൂട് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാലേ മനുഷ്യർ സ്വീകരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ പുറമെ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ക്യാമറമാൻ മുനീഫിനോടൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.